ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പറയാനുള്ളത് നമ്മുടെ റെയിൽവേയുടെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഏതൊക്കെ ഡേറ്റിലാണ് എക്സാംസുകൾ നടത്തുന്നതെന്നുള്ള ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. റെയിൽവേയുടെ എക്സാംസ് വിളിച്ചിട്ട് കുറേ ആയി. അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരുന്നു, ഇനി എപ്പോൾ എക്സാം നടക്കുമോ ഇല്ലേ എന്നൊക്കെ ആകെ ടെൻഷനിലിരിക്കുകയായിരുന്നു. കാരണം റെയിൽവേ ജനുവരി വിളിച്ച എക്സാംസ് പോലും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഇപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ടെൻഡേറ്റീവ് കലണ്ടർ അനൗൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ കീഴിൽ ടെൻഡേറ്റീവ് എക്സാം ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ട്. ആദ്യം തൊട്ടേ ജനുവരിയിൽ വിളിച്ചിട്ടുള്ള എക്സാം തൊട്ടേ അവരെന്ത് ചെയ്തിരിക്കുകയാണ്, ആ ഓർഡർ തന്നെ കീപ്പ് ചെയ്തിട്ട് എക്സാംസ് വിളിച്ചിട്ടുണ്ട്. റെയിൽവേയുടെ എക്സാംസ് നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഒരു 4-5 വർഷത്തിന് ശേഷമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് അവർ ആ പർപ്പസ്ഫുള്ളി ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകാൻ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും റെയിൽവേ എക്സാംസ് ഫോക്കസ് ചെയ്യുന്നവർ ഡേറ്റ് മനസ്സിലാക്കി ആ എക്സാംസിന് വേണ്ടി കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം ഈ ഡേറ്റ്സ് ഒക്കെ വിളിച്ചിട്ട് ഒരുപാടായി കേട്ടോ. അപ്ലൈ ചെയ്ത ഡേറ്റ് ഒക്കെ ഒരുപാട് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ CBT-1 ടയർ 1ൻ്റെ ഡേറ്റ് വന്നു. അപ്പോൾ ആ കാര്യമാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് എക്സാം ആദ്യം വിളിച്ചത് ALP ആയിരുന്നു, ലോക്കോ പൈലറ്റ് കേട്ടോ. ഇതെല്ലാം ടെക്നിക്കൽ പോസ്റ്റും ഉണ്ട്, നോൺ ടെക്നിക്കൽ പോസ്റ്റുകളും ഉണ്ട്. അപ്പം നമ്മുടെ ടെക്നീഷ്യൻ പോസ്റ്റ്, ടെക്നിക്കൽ പോസ്റ്റാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ALP എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മുടെ ട്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലോക്കോ പൈലറ്റ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അതിൻ്റെ എക്സാമാണ് ഫസ്റ്റ് നടക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. 25/11/2024 തൊട്ട് 29/11/2024 എന്ന് പറഞ്ഞൊരു ടൈം ഷെഡ്യൂളിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 4 ദിവസത്തിൻ്റെ ടൈം ഷെഡ്യൂളിംഗ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം എക്സാം ഒന്നി കേരളയും തമിഴ്നാട് റീജിയനും ഒക്കെ വെച്ചിട്ടായിരിക്കും കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും CBT-1 എന്തായാലും ആ ഒരു ടൈമിന് എന്തായാലും നിങ്ങളുടെ എക്സാംസ്, റെയിൽവേയുടെ ഏകദേശം എല്ലാ എക്സാംസും നമ്മുടെ നവംബർ, ഡിസംബർ, ജനുവരി എന്ന് പറഞ്ഞൊരു ടൈമിലേക്ക് തന്നെ അവർ കൃത്യമായിട്ട് നടത്തിപ്പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ പോവുക. പഠിക്കാനുള്ളവർ കൃത്യമായിട്ട് നല്ല രീതിക്ക് തന്നെ പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ALP വിളിച്ചു. അപ്പോൾ ALP 25-ഉം 29-നും ഇടയ്ക്കാണ്. RPF SIയും വിളിച്ചിരുന്നു, RPF കോൺസ്റ്റബിളും വിളിച്ചിരുന്നു. SI എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ആയിരുന്നു. കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ 10th ലെവൽ ഓഫ് എക്സാമിനേഷൻ പോസ്റ്റ് ആയിരുന്നു. അതിൽ കോൺസ്റ്റബിളിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അവർ പറയുന്നില്ല. കാരണം ഒരുപാട് കുട്ടികൾ നമ്മുടെ കോൺസ്റ്റബിളിൽ നിന്ന് അപ്ലൈ ചെയ്ത് കാണും, അതുകൊണ്ടായിരിക്കും പറയാത്തത്. എന്തായാലും RPF SI വിളിച്ചിട്ടുണ്ട്, ഗ്രാജുവേറ്റ് ലെവലിലുള്ള. അതിൻ്റെ ഡേറ്റ് വരുന്നത് ഡിസംബറിലാണ്. 2/12/2024 തൊട്ട് 5/12/2024 എന്ന് പറഞ്ഞൊരു ടൈമിലാണ് ഡേറ്റ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും RPF SIക്ക് വേണ്ടി നോക്കുന്നവരാണെങ്കിലും ആ ഒരു കാര്യവും കൃത്യമായിട്ട് നടത്തി പോകാനായിട്ട് ശ്രമിക്കുക. ഇതിനിടയ്ക്കൊന്നും വലിയ ഗേപ്പൊന്നും ഇല്ല. അതുകൊണ്ട് ചിലപ്പം കോൺസ്റ്റബിൾ ഇതിൻ്റെ ഇടയിൽ വരാതെ മാക്സിമം അവരെന്ത് ചെയ്യും, കുറച്ചും കൂടെ മാറ്റിയായിരിക്കും വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 2 എക്സാമിനേഷൻ ആണെന്നൊക്കെ നമ്മളന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ RPF SI എന്ന് പറഞ്ഞ എക്സാമിനേഷനും ആ ഒരു രീതിക്കായിരിക്കും നടക്കുന്നത്. ഇനി അടുത്ത ടെക്നീഷ്യൻ വേക്കൻസി. ബാക്കി നമ്മൾ ഈ RPF SI ഒഴിച്ചു കഴിഞ്ഞാൽ ALP ആയാലും ടെക്നീഷ്യൻ ആയാലും JE ഒക്കെ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്നിക്കൽ ലെവൽ ഓഫ് പോസ്റ്റുകളാണ്. നമ്മുടെ റെയിൽവേയുടെ തന്നെ ടെക്നിക്കൽ പോസ്റ്റുകളാണ്. ഒന്നീ ടെക്നീഷ്യൻ പോസ്റ്റുകളായിരിക്കും, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, അങ്ങനത്തെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കായിരിക്കും, അല്ലെങ്കിൽ ITI പഠിച്ചിട്ടുള്ളവർക്കുള്ള ഫീൽഡ് ആയിരിക്കും. ഈ ടെക്നീഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ ITI കഴിഞ്ഞവർക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം, അവരുടെ ട്രേഡ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ വരുന്നത് 16-നും 26-നും ഇടയ്ക്കാണ് ടെക്നീഷ്യൻ വേക്കൻസി വരുന്നത് കേട്ടോ. ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ക്ലോസ് ആയി. ടെക്നീഷ്യൻ്റെ ആണ് ഇപ്പോൾ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3 പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് കുറച്ചും കൂടെ ഡേയ്സും കൂടെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ടെക്നീഷ്യൻ അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളുക കേട്ടോ, അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രദ്ധിച്ചോളുക. ഇനി അടുത്ത് JE ആൻഡ് അതേഴ്സ്, ജൂനിയർ എഞ്ചിനീയറിംഗ് പോസ്റ്റാണ്. റെയിൽവേയുടെ ജൂനിയർ എഞ്ചിനീയർ ആവാനുള്ള പോസ്റ്റിംഗ് ആണ്. അത് 6/12/2024-നും 13/12/2024-നും എന്ന് പറഞ്ഞൊരു ഡേറ്റിലാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇത്രയും 4 എക്സാംസിൻ്റെ ഡേറ്റ് നോട്ടിഫിക്കേഷനാണ് അവരിപ്പോൾ തന്നിരിക്കുന്നത്. ഇതിൻ്റെ പുറകെ തന്നെ നമ്മുടെ നോൺ ടെക്നിക്കൽ പോസ്റ്റ് NTPC എന്ന് പറയുന്ന നോൺ ടെക്നിക്കൽ പോസ്റ്റ് എന്ത് ചെയ്യും, ഇതിൻ്റെ ഒപ്പം തന്നെ വിളിക്കുമെന്ന് തന്നെ മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ഇപ്പോൾ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് NTPC എന്ന് പറയുന്നത്. അത് മാക്സിമം നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, സോണൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ വെക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടൈം കഴിഞ്ഞിട്ട് ഒരു ജനുവരി ഫെബ്രുവരി ടൈമോടെ തന്നെ നിങ്ങൾക്ക് ആ എക്സാമും എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാമെന്ന് തന്നെ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ നിങ്ങൾ മനസ്സിലാക്കുക. കണ്ടോ, റെയിൽവേയുടെ തന്നെ കീഴിൽ എത്ര പോസ്റ്റുകളാണ് വിളിക്കുന്നത്. അപ്പോൾ അവരെന്തായാലും വിളിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്രയൊക്കെ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാം സിറ്റി, ഡേറ്റ്, ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, 10 ദിവസത്തിന് മുന്നേ മാത്രമേ അവൈലബിൾ ആവുകയുള്ളൂ കേട്ടോ. ഈ ഒരു എക്സാം ഡേറ്റിനാണ് നടക്കുന്നതെങ്കിലും അത് കുറച്ചും കൂടെ ഉറപ്പിച്ച് ഇനി അവരൊരിക്കൽ കൂടെ പറയും. എന്നാലും ഇതാണ് ടെൻറ്റേറ്റീവ് കലണ്ടർ. ഈ ഒരു ഡേറ്റിന് അടുത്ത് തന്നെയായിരിക്കും നിൽക്കുന്നത്. എന്തായാലും 10 ദിവസം മുമ്പ് നിങ്ങളുടെ പ്രയർ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാം, എവിടെ വെച്ചാണ് നിങ്ങളുടെ എക്സാം സിറ്റി, ഡേറ്റ്, എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ എല്ലാം വരും കേട്ടോ.
ഇനി അടുത്ത കോൾ ലെറ്റേഴ്സ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എത്ര ദിവസം മുമ്പ് 4 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ www.rrbapply.gov.in കയറിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് അവർ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നത്, നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത് കേട്ടോ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റെയിൽവേസ്. അപ്പോൾ ഇനി എല്ലാം ധൃതിയായിട്ട് അവർ എന്ത് ചെയ്യും, ചെയ്തു പോകും. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്, നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ക്ലാസ്സസ് ഒക്കെ ജോയിൻ ചെയ്ത് എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ആ ഒരു ടൈം വലിയ ടൈം ഇൻ്റർവെൽ അല്ല, 1-2 മാസത്തിൻ്റെ ഒരു ഇൻ്റർവെലേ ഉള്ളൂ. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇട്ട് എന്ത് ചെയ്യുക, ഈ ജോലി നേടിയെടുക്കാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.